ഇനി ഞാൻ എനിക്ക് തുടരാം. ശരി, ഭരണപ്രതിസന്ധിയാണോ എന്നുള്ള ചോദ്യം. CPIയുടെ കാർക്കശ്യം LDF സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ലൈൻ. മൂന്ന് കാര്യങ്ങളിൽ ഇത് സംഭവിക്കുന്നത്. മൂന്ന് തരത്തിൽ പ്രതിസന്ധിയിലേക്ക് ഇതാക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത പെടുത്തുകയാണ്. എന്താണ് CPI P പ്രസാദ് അടക്കമുള്ളവർ, മന്ത്രിമാരടക്കമുള്ളവർ പറഞ്ഞല്ലോ, NEP നടപ്പിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, PMC പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയാൽ ഞങ്ങൾ രാജിവെക്കും എന്നുള്ളതാണ്. ഈ കൃഷി വകുപ്പ് മന്ത്രിയായ P പ്രസാദ് കാർഷിക സർവകലാശാല എന്ന കേരളത്തിലെ ഒരു സർവകലാശാലയുടെ പ്രോസ് ചാൻസലറാണ്. ആ പ്രോസ് ചാൻസലറായ കാർഷിക സർവകലാശാലയിൽ 2023 മാസത്തിൽ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന NEP നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു തസ്തിക, ആ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമ്മളിന്നത് പുറത്തുവിട്ട വാർത്തയാണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നോട്ടിഫിക്കേഷൻ 23 ജൂൺ 2023 എന്നാണെന്ന് ഓർമ്മിക്കണം. 2025 നമ്മൾ നിൽക്കുന്നത്. 2023 ജൂൺ മാസത്തിൽ ഇതേ CP മന്ത്രിയായ P പ്രസാദ് പ്രോ ചാൻസലറായിരിക്കുന്ന കാർഷിക സർവകലാശാല പ്രൊഫസർമാരുടെ നിയമനത്തിന് മറ്റൊരു സർവകലാശാലകളിലും മറ്റൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് താത്വികമായി അംഗീകരിച്ചിട്ടില്ലാത്ത പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് നിയമനം നടത്താൻ തീരുമാനിച്ചതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. The National Education Policy 2020 recommends strengthening industry-academia collaboration in higher education institutions. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ NEP 2020യുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വരുന്ന പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന തസ്തികയിലേക്ക് ഫാക്കൽറ്റി മെമ്പേഴ്സിനെ, അധ്യാപകരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷൻ്റെ പോർട്ടൽ കൂടി, UGC പോർട്ടൽ കൂടി, NEP അനുസരിച്ചുള്ള UGC സ്ഥാപിച്ചിരിക്കുന്ന പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പോർട്ടലിൽ തങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ പറയുന്നത്. എനിക്ക് CP മന്ത്രി P പ്രസാദിനോടുള്ള ചോദ്യം, NEPയുടെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ താങ്കളുടെ സർവകലാശാലയിൽ മറ്റൊരു സർവകലാശാലയിലോ മറ്റു ഉന്നത വിദ്യാഭ്യാസ വകുപ്പോ താത്വികമായി അംഗീകരിച്ചിട്ടില്ലാത്ത പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന തസ്തികയിലേക്ക് എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വന്നത്? ഇത് താങ്കൾ അറിഞ്ഞിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം എനിക്ക് വകുപ്പിനോടുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഇതാണ് നമ്മൾ അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. NEP തത്വത്തിൽ സ്കൂളുകളിൽ മാത്രമാണ് പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കാതെ പോയത്. എന്നാൽ നോക്കൂ, NEPയുടെ ചില പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. റൂസയുടെ 3ാം ഘട്ടത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന പദ്ധതിയാണ് PM ഉഷ പദ്ധതി. ഈ PM ഉഷ പദ്ധതിയിൽ ഉച്ചധാർ അഭിയാൻ എന്ന ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതിയുടെ ഭാഗമായി 405 കോടി രൂപയാണ് കേരളത്തിലെ സർവകലാശാലകൾക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും NEP ഘടനാപരമായും അതിൽ ചില പ്രധാനപ്പെട്ട ഫ്രെയിംവർക്കുകൾ ഉപയോഗിക്കുന്നതിനുമായിട്ടൊക്കെ തന്നെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ സർവകലാശാലകൾ 4 വർഷ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 30 മുതൽ 40% വരെ NEPയുടെ അതേ ഫീച്ചേഴ്സ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസം എടുത്തിട്ടുണ്ട്. ഒരു 50-60% അതിലെ അക്കാഡമിക് കരിക്കുലം, ഇന്ത്യൻ നോളജ് സിസ്റ്റം അടക്കമുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മളത് നടത്തുന്നത്. അത് വേണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അതല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. രാജ്യം ഒന്നാകെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിന് മാത്രമായി മാറ്റി നിർത്തപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് 4 വർഷ ബിരുദ കോഴ്സിലേക്ക് നമ്മൾ പോകുന്നത്. അതാകട്ടെ മിക്ക സർവകലാശാലകളിലും കോളേജുകളിലും ആകെ ചളകുളമായിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ NEP ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ PM ഉഷ പദ്ധതിയായിട്ട് നടപ്പിലാക്കുമ്പോൾ അന്ന് 405 കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടുമ്പോൾ അന്ന് എന്തുകൊണ്ടാണ് CP മന്ത്രിമാർ പ്രതികരിക്കാഞ്ഞത്? ഈ PMC പദ്ധതിയുടെ അതേ ആഘാതം തന്നെയാണ്. അത്ര പോലും പൈസ, അതിനേക്കാൾ പൈസയാണ് PM ഉഷ പദ്ധതി പ്രകാരം സർക്കാർ കൊടുക്കാൻ പോകുന്നത്. PM ഉഷ പദ്ധതിയിൽ ഒപ്പിട്ടില്ലായിരുന്നെങ്കിൽ, NEP പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള PM ഉഷ പദ്ധതിയിൽ ഒപ്പിട്ടില്ലായിരുന്നെങ്കിൽ 2ാം ഘട്ടത്തിൽ കൊടുക്കില്ല 1000 കോടിയോളം രൂപ സംസ്ഥാനത്തിന് നഷ്ടമാകുമായിരുന്നു. അന്നില്ലാത്ത CPയുടെ വിയോജിപ്പ് ഇന്ന് വിയോജിപ്പ് വരുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ കാരണം ന്യായമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു മുന്നണി മര്യാദ അവിടെ ലംഘിച്ചു. അതിനും അപ്പുറത്തേക്ക് NEP എതിർക്കാനുള്ള ആത്മാർത്ഥത യഥാർത്ഥത്തിൽ CPക്ക് ഉണ്ടായിരുന്നെങ്കിൽ PM ഉഷ പദ്ധതി വരുമ്പോൾ എതിർക്കണമായിരുന്നു. നമ്പർ 1, അന്ന് എതിർത്തില്ല. നമ്പർ 2, കാർഷിക സർവകലാശാലയിൽ NEPയുടെ ഭാഗമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിൽ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അന്ന് ഈ കാർഷിക വകുപ്പിൻ്റെ ചുമതലയുള്ള പ്രോസ് ചാൻസലർ കൂടിയായ P പ്രസാദ് എതിർക്കണമായിരുന്നു. അന്ന് എതിർത്തില്ല. എന്തുകൊണ്ടാണ് ഇത് എതിർക്കാത്തതെന്ന് എനിക്ക് ഇനിയും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഈ പിടിവാശിയിൽ യഥാർത്ഥത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു മുന്നണി രാഷ്ട്രീയത്തിലെ മര്യാദ ലംഘിച്ചു എന്നുള്ളത് വാസ്തവമാണ്, നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അതിനും അപ്പുറത്തേക്ക് ഇത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത് 2 ആംഗിളുകളിലാണ്. ഒന്ന്, ഇപ്പോൾ തന്നെ ഉയരുന്ന ചോദ്യമാണ്, ഇതൊരു കൂട്ടുകക്ഷി ഭരണമാണോ എന്നുള്ളൊരു, ഇതൊരു കൂട്ടുത്തരവാദിത്വം ആണോ ഈ സർക്കാരിനുള്ളത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു കഴിഞ്ഞു.
കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഏതൊരു ക്യാബിനറ്റ് സർക്കാരിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. അത് ഇവിടെ നഷ്ടപ്പെട്ടു പോവുകയെന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന് പിന്നെ തുടരാനുള്ള ധാർമ്മികവും രാഷ്ട്രീയവുമായ ഒരു ഉത്തരവാദിത്വമില്ല, അവകാശമില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷം നാളെ മുതൽ ഇത് ചോദിക്കും. 4 മന്ത്രിമാർ നാളെ മന്ത്രിസഭയിൽ പങ്കെടുക്കാൻ പോകുന്നില്ല. ഈ മന്ത്രിസഭയ്ക്ക് ഒരു മന്ത്രിയുടെ വകുപ്പെടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ എന്ത് കൂട്ടുത്തരവാദിത്വമാണുള്ളത്? ഞാൻ വിശ്വസിക്കുന്നത് ബിനോയ് വിശ്വം ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലിനെ ഒപ്പമിരുത്തി ഇതെന്ത് സർക്കാർ എന്ന് ചോദിച്ച ആ നിമിഷത്തിൽ കൂട്ടുത്തരവാദിത്വം ഈ സർക്കാരിന് നഷ്ടപ്പെട്ടു എന്നാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അത് കൂട്ടുത്തരവാദിത്വത്തിൻ്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി കേൾക്കുന്ന ഒരു വലിയ ആഘാതമാണ്. ആ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു പോയ പിന്നെ സർക്കാരിന് രാഷ്ട്രീയമായ യുക്തിയില്ല തുടരുന്നതിൽ എന്നുള്ളതാണ് പാർലമെന്ററി സംവിധാനത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിയോജിച്ച് രാജിവെച്ചു പോകാം, അതല്ലാതെ ഈ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുന്ന രീതിയിൽ സർക്കാരിനെ നിങ്ങൾ മുൾമുനയിൽ നിർത്തുന്നത് എത്രത്തോളം രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നുള്ളത് അറിയേണ്ട കാര്യമാണ്. രണ്ടാമത് പ്രതിസന്ധിയിലാക്കുന്നത് ഇപ്പോൾ തന്നെ CPI വൃത്തങ്ങൾ പറയുന്നതും മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന കത്തിലെ ഒരു പ്രധാന കണ്ടന്റായി ഞാൻ കരുതുന്നതുമായ ഒരു കാര്യം നേരത്തെ ജിബി പറഞ്ഞതുപോലെ റൂൾസ് ഓഫ് ബിസിനസിന്റെ ലംഘനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുന്ന, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അത് കരാറായി ആ കരാറിൽ ഒപ്പിട്ട് ചുമതലയേൽക്കുന്നത്? അതിന് ചില പ്രത്യേക രീതികളുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 അനുസരിച്ച് റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ചാണോ കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം 16/10/2025 ഈ കരാർ അഥവാ ഈ ധാരണാപത്രം തയ്യാറാവുന്നത്. അപ്പോൾ ആ ധാരണാപത്രം തയ്യാറാകുന്ന ഘട്ടത്തിൽ 2 തവണ നമ്മുടെ മന്ത്രിസഭ പരിഗണിക്കാതെ റഫർ ചെയ്ത് വെച്ചിരിക്കുന്ന വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ക്ലാരിഫിക്കേഷന് വേണ്ടി മാറ്റിവെച്ചു എന്നാണ്, കൂടുതൽ വിശദീകരണത്തിനും വ്യക്തതയ്ക്കും വേണ്ടിയിട്ട് മാറ്റിവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മന്ത്രിസഭാ യോഗത്തിൽ. അങ്ങനെ മാറ്റിവെച്ച ഒരു വിഷയം ഒരു വകുപ്പിൻ്റെ മാത്രം വിഷയമല്ല, അതൊരു മന്ത്രിസഭയിൽ എത്തിയ വിഷയമാണ്. ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടെ വകുപ്പിൽ ഉണ്ടായിരുന്ന വിഷയമാണെങ്കിൽ ആ വകുപ്പിന് ഒരു ഓർഡർ ഇട്ട് വകുപ്പ് സെക്രട്ടറിക്ക് പോയി ഒരു കരാറിൽ ഒപ്പിടാം. അതിന് മന്ത്രിസഭാ തീരുമാനം വേണമെന്നില്ല, ഒരു വകുപ്പിൻ്റെ എക്സ്ക്ലൂസീവായി. പക്ഷേ ഇത് ക്യാബിനറ്റിലേക്ക് റെഫർ ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. മാത്രമല്ല ഇത് നയപരമായൊരു വിഷയം കൂടിയാണ്. ആ വിഷയത്തിൽ മന്ത്രിസഭയിൽ ഒരു വിഷയം ഈ കരാറിനെ കുറിച്ച് ഒപ്പിടണമെന്ന് തീരുമാനിച്ചാൽ അതിൻ്റെ ഭാഗമായി സെക്രട്ടറിയെ അത് ചുമതലപ്പെടുത്തണം. ചുമതലപ്പെടുത്തുന്നൊരു മിനിറ്റ്സ് ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവണം. അങ്ങനെ ആ മിനിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ഒരു GO പുറപ്പെടുവിക്കണം. ആ GOയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വകുപ്പിലെ സെക്രട്ടറി അതിന് ചുമതലപ്പെടുത്തണം. ഇവിടെ ഒപ്പിട്ടിരിക്കുന്നത് വാസുകിയാണ്. വാസുകിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് 16/10/2025 മുമ്പ് ഒരു ഗവൺമെൻറ് ഓർഡർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇനി ഒപ്പിട്ട് കഴിഞ്ഞാലോ? ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ കരാർ ഒപ്പിട്ട വിവരം വീണ്ടും ഒരു GO ആയി പുറത്തിറങ്ങുമ്പോഴാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാറ്റസ് ഉണ്ടാവുക. അതാണ് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ റൂൾസ് ഓഫ് ബിസിനസിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇവിടെ ആ റൂൾസ് ഓഫ് ബിസിനസ് അഥവാ ഈ ഭരണ നടപടി ചട്ടം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് CPI ഉയർത്തുന്ന കാര്യം. ഗുരുതരമായ വിഷയമാണ്. ഈ സർക്കാരിനെ തന്നെ അപകടത്തിലാക്കാൻ പോകുന്ന ഒരു വലിയ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇനി സാധാരണ ഇതിൽ എങ്ങനെ ചെയ്യുക? കരാറിൽ ഒപ്പിടും. കരാറിൽ ഒപ്പിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ അത് വെച്ച് റാറ്റിഫൈ ചെയ്യും. റാറ്റിഫൈ ചെയ്തിട്ട് മുൻകാല പ്രാബല്യത്തോടു കൂടി ഒരു ഉത്തരവിറക്കലാണ് സാധാരണ രീതിയിൽ ചെയ്യാറെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇനി അതിന് സാധ്യതയില്ല. കാര്യം നാളെ ഇത് റാറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഇഴഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ 4 മന്ത്രിമാർ വിട്ടു നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് റാറ്റിഫൈ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഈ എതിർപ്പിനിടയിൽ അതുകൂടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. മന്ത്രിസഭ ആ തത്വത്തിന് അംഗീകാരം നൽകി എന്നുള്ളൊരു അവസ്ഥ വരും. അപ്പോൾ ഈ 2 വിഷയങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, ഭരണപരമായൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് റൂൾസ് ഓഫ് പ്രൊസീജിയർ റൂൾസ് ഓഫ് ബിസിനസ് ലംഘിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുന്ന ഒരു സർക്കാർ എന്ന ഒരു ഇമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആ ഇമേജ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു 2 ആഴ്ച മാത്രമേ ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷന് സമയമുള്ളൂ, പ്രഖ്യാപനത്തിന് സമയമുള്ളൂ. ഈ ഘട്ടത്തിൽ അതുണ്ടാക്കുന്ന മാറ്റം വലുതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ നിലയിലേക്കൊക്കെ CPI പോകണമായിരുന്നു. CPIക്ക് അത് രാഷ്ട്രീയമായ അവരുടെ അസ്തിത്വത്തിൻ്റെ പ്രശ്നമായിരിക്കും. പക്ഷേ ഇടതുമുന്നണി രാഷ്ട്രീയത്തിന് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ആശയങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ CPIയിലെ തന്നെ ചില ആളുകളും മറ്റു ചില ആളുകളും പറയുന്നത് തമിഴ്നാട് പോയി ഒപ്പിട്ടതുപോലെ ഒപ്പിടാൻ പറ്റുമോ? പറ്റില്ലെന്നേ. അതൊന്നും സാധ്യമാവുന്ന കാര്യമല്ല. തമിഴ്നാട് ഒപ്പിട്ടത് ഈ പറയുന്ന PMCയുമായി ബന്ധപ്പെട്ട SSKയുടെ ഫണ്ട് വിട്ടുകിട്ടാൻ വേണ്ടിയല്ല. അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായി അവിടെ CBSE സ്കൂളുകളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഫീസ് ഈ NEPയുമായി ബന്ധപ്പെട്ട് അവർ തടഞ്ഞു വെച്ചു.
അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ബില്ലാണ്, പണമാണ്. 700 കോടി രൂപ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ വാങ്ങിച്ചെടുത്തു എന്ന് പറയുന്നത് NEP-യും SSK-യുമായി ബന്ധപ്പെട്ട വിഷയമല്ല, അത് NEP-യും RT-യുമായി ബന്ധപ്പെട്ട വിഷയമാണ്, റൈറ്റ് ടു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായി CBSE സ്കൂളുകൾക്ക് കൊടുക്കാനുള്ളത്. ഓർമ്മിക്കണം, കേരളത്തിൽ എന്താ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തെന്നറിയാമോ? കേരളം ഈ പരിപാടി അംഗീകരിച്ചിട്ടില്ല. CBSE സ്കൂളുകൾക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരും പണം കൊടുക്കണ്ട എന്നതായിരുന്നു നമ്മുടെ നിലപാട്. നമ്മളതിന് പകരം നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളെ മെച്ചപ്പെടുത്തി. തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ CBSE സ്കൂളുകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട 25% കുട്ടികളുടെ ഫീസ് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. നമ്മൾ സ്വകാര്യ സ്കൂളുകൾക്ക് സർക്കാർ പണം കൊടുക്കില്ല. പകരം നമ്മുടെ സംവിധാനം കിഫ്ബി ഉപയോഗിച്ച് മെച്ചപ്പെടുത്തി. അതാണ് തമിഴ്നാടും കേരളവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തെറ്റിദ്ധാരണ പുലർത്താൻ ശ്രമിക്കരുത്. ഇനി 2200 കോടിയോളം രൂപ തമിഴ്നാട് സർക്കാരിന് കിട്ടാനുണ്ട്. ഏത് പ്രകാരം? കേരളത്തിൽ ഉള്ളതുപോലെ തന്നെ SSK-യുമായി ബന്ധപ്പെട്ട്. പക്ഷേ വിഷയം അവിടെ PMC അല്ല, അവിടുത്തെ വിഷയം ദ്വിഭാഷാ വിഷയമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സർവശിക്ഷാ അഭിയാൻ്റെ 2200 കോടിയോളം രൂപ കിട്ടുന്ന കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. തീരുമാനമായിട്ടില്ല. അതിൽ തീരുമാനമാകാനുള്ള സാധ്യതയും കുറവാണ്. കാരണം ഈ ഭരണഘടനയുടെ പ്രൊവിഷൻ അനുസരിച്ച് മിസലേനിയസ് പ്രൊവിഷനിലാണ് അത് കിടക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിന് വിവേചനാധികാരമുള്ള ഗ്രാൻറ്റിൻ്റെ പരിധിയിലാണ് സർവശിക്ഷാ അഭിയാൻ്റെ ഗ്രാൻറ്റും കിടക്കുന്നത്. എന്നാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതുപോലല്ല, അതൊരു ആക്റ്റാണ്. ആക്ടിൻ്റെ ഭാഗമായി കിട്ടേണ്ട പണം കിട്ടാതിരുന്നപ്പോഴാണ് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായപ്പോഴാണ് അവർ സുപ്രീം കോടതിയിൽ പോയത്. രണ്ടും രണ്ടായി തന്നെ കാണണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അവിടെ ഹിന്ദി പഠിപ്പിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷേ സാധാരണ ആൾക്കാർ സംസാരിക്കുന്നതെല്ലാം പറയും തമിഴ്നാട് കോടതി പോയില്ലേ. തമിഴ്നാട് കോടതി പോയത് സാർ അത് SSK-യും NEP-യുമായ വിഷയത്തിലല്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായി അവിടുത്തെ നോഡൽ ഏജൻസിയായ SSK-ക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കേണ്ട CBSE സ്കൂളുകൾക്ക് അടയ്ക്കേണ്ട ഫീസാണ് പോയി വാങ്ങിച്ചത്. അതല്ലാതെ SSK-യുടെ ഫണ്ട് ഇപ്പോഴും തമിഴ്നാട്ടിൽ ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നത്. 2 കേസിൽ ഒന്ന് ജയിച്ചു, മറ്റേ കേസില്ല, വെഡിങ് ആണ്. അത് സാധ്യതയില്ലെന്ന് പറഞ്ഞു, അത് മാറ്റിവെച്ചു. അത് അടിയന്തര സ്വഭാവമില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. അങ്ങനെ സാധ്യമാവുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, മാർജിനലൈസ് ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, അതേപോലെ ഭിന്നശേഷിപ്പെട്ട 1.8 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 40 ലക്ഷം പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ യൂണിഫോം, അവരുടെ ഉച്ചഭക്ഷണം, അവരുടെ ബാക്കിയുള്ള ഗ്രാൻറ്റുകൾ, പെൺകുട്ടികളുടെ പഠനോപകരണങ്ങൾ, ഇതെല്ലാം ഈ SSC-യിലൂടെയാണ് നടപ്പിലാവുന്നത്. 3 മാസമായിട്ട് അവിടുത്തെ അധ്യാപകരുടെ വിഹിതം, ശമ്പളം കുടിശ്ശികയാണ്. ആ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണ്ടേ? ഈ സാഹചര്യത്തിലാണ് 971 കോടി രൂപയ്ക്ക് വേണ്ടി സർക്കാർ ഇത് ചെയ്തത് എന്നതാണ് സർക്കാരിൻ്റെ വിശദീകരണം. പക്ഷേ അത് CPI കൂടി വിശ്വാസത്തിലെടുത്ത് വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ CPI കളിക്കുന്നത് തീക്കളിയാണ്. അത് നാളെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയമായ പ്രത്യാഘാതം ചെറുതായിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെയും ടേക്ക്. ഭരണ പ്രതിസന്ധിയുണ്ട്, ഗുരുതരമാണത് ആ ഭരണ പ്രതിസന്ധി എന്നതാണ് ഞാനും വിലയിരുത്തുന്നത്. Meet the editors.